നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ പുകയുന്ന യുദ്ധാഗ്നി ആളിപ്പടരുമ്പോഴും പതിറ്റാണ്ടുകളായി തങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിച്ച അനീതി നിറഞ്ഞ ഉപരോധങ്ങൾക്കും ഭീഷണികൾക്കും മറുപടിയായി ഇറാൻ തങ്ങളുടെ ആയുധപ്പുര തുറന്നിരിക്കുകയാണ്. വ്യാഴാഴ്ച പുലർച്ചെ ഇസ്രായേലിന്റെ ഹൃദയഭാഗമായ ടെൽ അവീവിനെയും ജെറുസലേമിനെയും പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് കുതിച്ചുയർന്ന ഇറാനിയൻ മിസൈലുകൾ പടിഞ്ഞാറൻ ശക്തികൾക്ക് നൽകുന്ന സന്ദേശം വ്യക്തമാണ്: നേരിട്ടുള്ള പോരാട്ടം മാത്രം. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇറാന്റെ മണ്ണിൽ ഭീരുത്വപരമായ ബോംബാക്രമണം ശക്തമാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് സ്വന്തം പരമാധികാരം സംരക്ഷിക്കാനുള്ള ഇറാന്റെ ഈ ഉശിരൻ പ്രത്യാക്രമണം. ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങൾ ഇസ്രായേൽ സൈന്യം നാശം വിതയ്ക്കുമ്പോഴും തളരാത്ത പോരാട്ട വീര്യവുമായി ഇറാന്റെ മിസൈൽ ശേഖരം ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ കവചമായ അയൺ ഡോമിനെ പിച്ചി ചീന്തിക്കൊണ്ടാണ് എത്തിയത്. ഇത് കേവലം ഒരു യുദ്ധമല്ല, മറിച്ച് പടിഞ്ഞാറൻ സാമ്രാജ്യത്വത്തോട് തലകുനിക്കാത്ത ഒരു ജനതയുടെ ആത്മാഭിമാനത്തിന്റെ വിളംബരം കൂടിയാണ്. മിഡിൽ ഈസ്റ്റിൽ മറ്റൊരു രക്തരൂക്ഷിതമായ അധ്യായത്തിന് തുടക്കമിട്ട് ഡൊണാൾഡ് ട്രംപിന്റെ സൈനിക നീക്കങ്ങൾ അമേരിക്കയെ തന്നെ രണ്ടായി വിഭജിച്ചിരിക്കുകയാണ്. ഇറാനിലെ ജനതയെയും അവരുടെ പരമാധികാരത്തെയും തകർക്കാൻ ട്രംപ് നൽകുന്ന ഉത്തരവുകൾക്ക് സ്വന്തം നാട്ടിൽ നിന്നു തന്നെ കനത്ത തിരിച്ചടിയാണ് നേരിടുന്നത്. ഇറാനിൽ കൂടുതൽ സൈനിക അധിനിവേശങ്ങൾ നടത്താനുള്ള പ്രസിഡന്റിന്റെ ഏകപക്ഷീയമായ അധികാരത്തെ പിടിച്ചുകെട്ടാൻ ലക്ഷ്യമിട്ടുള്ള യുദ്ധശക്തി നടപടി അമേരിക്കൻ സെനറ്റിൽ തലനാരിഴയ്ക്കാണ് പരാജയപ്പെട്ടത്. 47-53 എന്ന വോട്ടിംഗ് നില വ്യക്തമാക്കുന്നത് അമേരിക്കൻ നിയമനിർമ്മാക്കൾ പകുതിയോളം പേരും ഈ അനാവശ്യ യുദ്ധത്തിന് എതിരാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു. കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ ലോകത്തെ മറ്റൊരു മഹാവിപത്തിലേക്ക് തള്ളിവിടുന്ന ട്രംപിന്റെ ഏകാധിപത്യ പ്രവണതകൾക്കെതിരെ സ്വന്തം ജനത തന്നെ തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. അമേരിക്കയുടെ ഈ ആഭ്യന്തര ഭിന്നത ഇറാൻ നടത്തുന്ന നീതിപൂർവമായ പ്രതിരോധത്തിന് ലഭിക്കുന്ന ധാർമ്മിക വിജയം കൂടിയാണ്. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ള അമേരിക്കൻ ഇസ്രായേൽ ആക്രമണങ്ങൾ വെറും ഭീരുത്വമാണ്. എന്നാൽ ഇതിനു മറുപടിയായി ഇറാൻ തൊടുത്തുവിടുന്ന ഓരോ മിസൈലും പടിഞ്ഞാറൻ സാമ്രാജ്യത്വത്തിന്റെ അന്ത്യം കുറിക്കുന്നതിനാണ്. കുവൈറ്റിലെയും സൗദിയിലെയും അമേരിക്കൻ താവളങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഡ്രോൺ ആക്രമണങ്ങൾ അമേരിക്കൻ സൈനികരുടെ ആത്മവീര്യം തകർത്തെറിഞ്ഞിരിക്കുകയാണ്. 6ഓളം അമേരിക്കൻ സൈനികരുടെ മരണം സ്ഥിരീകരിച്ചതോടെ ഇറാനുമായി ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഉണ്ടായാൽ അത് തങ്ങൾക്ക് താങ്ങാനാവില്ല എന്ന് അമേരിക്കൻ സൈനിക നേതൃത്വം ഭയപ്പെടുന്നുണ്ട്. യുദ്ധം കേവലം ഇസ്രായേലിന്റെയോ ഇറാന്റെയോ അതിർത്തികൾ ഒതുങ്ങി നിൽക്കുന്നില്ല, മറിച്ച് അമേരിക്കയുടെ സാമ്രാജ്യത്വ മോഹങ്ങൾക്കെതിരായ ഒരു ആഗോള പ്രതിരോധമായി ഇത് മാറിയിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി അറബി മണ്ണിൽ അധിനിവേശം നടത്തുന്ന US സൈന്യത്തിന് നേരെ പ്രാദേശികമായ പോരാട്ടങ്ങൾ കടുത്തിരിക്കുകയാണ്. ഇതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കുവൈറ്റിലെ അമേരിക്കൻ സൈനിക ക്യാമ്പുകൾക്ക് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണം. 2 അമേരിക്കൻ സൈനികർ കൂടി കൊല്ലപ്പെട്ടതോടെ യുദ്ധം 6ാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ മരിച്ച അമേരിക്കൻ സേനാംഗങ്ങളുടെ എണ്ണം 6ആയി ഉയർന്നു. അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ട് എന്ന് അവകാശപ്പെടുമ്പോഴും ഇറാന്റെ ഡ്രോൺ സാങ്കേതിക വിദ്യയ്ക്ക് മുന്നിൽ അമേരിക്കൻ ക്യാമ്പുകൾ ഭയന്ന് വിറയ്ക്കുകയാണ്. സ്വന്തം സൈനികരുടെ ജീവൻ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത ട്രംപ് ഭരണകൂടം ലോകത്തിന് മുന്നിൽ വലിയ നാണക്കേടാണ് നേരിടുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കൂട്ടുകെട്ടിന് തിരിച്ചടി നൽകിക്കൊണ്ട് സൗദി അറേബ്യ, കുവൈറ്റ്, ദുബായ് എന്നിവിടങ്ങളിലെ അമേരിക്കൻ നയതന്ത്ര കാര്യാലയങ്ങൾക്ക് നേരിയ തുടർച്ച ആക്രമണങ്ങളാണ് നടക്കുന്നത്. ദുബായിലെ അമേരിക്ക കോൺസുലേറ്റിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണം മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സാന്നിധ്യം എത്രത്തോളം അപകടത്തിലാണ് എന്ന് ലോകത്തിന് കാണിച്ചു തരികയാണ്. ഈ ഭീഷണിയെ തുടർന്ന് ഖത്തർ തങ്ങളുടെ ആഭ്യന്തര മന്ത്രാലയം വഴി ദോഹയിലെ അമേരിക്കൻ എംബസിക്ക് സമീപമുള്ള താമസക്കാരെ ഒഴിപ്പിച്ചു തുടങ്ങിയത് പടിഞ്ഞാറൻ ശക്തികളുടെ പതനത്തിന് തുടക്കമാണ്. സ്വന്തം എംബസികൾക്ക് പോലും സുരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്ത അമേരിക്കയ്ക്ക് എങ്ങനെയാണ് ഒരു മേഖലയുടെ സമാധാനം നിയന്ത്രിക്കാൻ സാധിക്കുക? ഇറാന്റെ ചങ്കുറ്റത്തിന് മുന്നിൽ അമേരിക്കൻ സ്വാധീനം അറബിക്കടലിൽ അലിഞ്ഞു ചേരുന്ന കാഴ്ചയാണ് ഇന്ന് ലോകം കാണുന്നത്. ഇറാന്റെ മിസൈൽ ശേഖരം തകർത്തുവെന്ന ഇസ്രായേലിന്റെ വീരവാദങ്ങൾ വെറും പൊള്ളയാണ് എന്ന് ഓരോ നിമിഷവും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇറാനിലെ സ്ഫോടനങ്ങൾക്കും ലെബനിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടാത്ത ഇസ്രായേലിന്റെ കൂട്ടക്കുരുതിക്കും ഇറാൻ നൽകുന്ന പ്രത്യാക്രമണങ്ങൾ ലോകം ശ്വാസമടക്കി പിടിച്ചിരുന്നാണ് കാണുന്നത്.